കഴിഞ്ഞ 8 വർഷത്തിനിടെ കേരളത്തിൽ ഒന്നും നടന്നില്ല എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കുന്നതും അത് കേട്ട് കണ്ണടച്ച് വിശ്വസിക്കുന്നവർക്കുമുള്ള ഒരു മറുപടി എത്തിയിട്ടുണ്ട്. സന്തോഷ് ജോർജ് കുളങ്ങര തലസ്ഥാനത്ത് കൂടി യാത്ര ചെയ്തപ്പോൾ അദ്ദേഹത്തിന് അനുഭവപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞതാണ്. നമ്മളിപ്പോൾ യാത്ര ചെയ്യുമ്പോൾ, ഞാൻ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തൂടെ യാത്ര ചെയ്യുമ്പോൾ ഹൈവേയുടെ വശങ്ങളിലൂടെ നമ്മളൊരു കഴക്കൂട്ടം മുതൽ അങ്ങ് തെക്കോട്ട് യാത്ര ചെയ്താൽ രണ്ടു വശത്തേക്ക് നോക്കി ഇത് പഴയ കേരളം തന്നെയാണോ എന്ന് നമുക്ക് സംശയം തോന്നുന്ന മട്ടിൽ IT പാർക്കുകളും ഗംഭീരമായ ഇൻഫ്രാസ്ട്രക്ചറും ഗംഭീരമായ റോഡുകളും ഒക്കെ വന്നിരിക്കുന്നു. ഇത് കേരളം തന്നെയാണോ എന്ന് നമുക്ക് സംശയം തോന്നുന്ന മട്ടിൽ. അതെ, കഴക്കൂട്ടത്ത് നിന്ന് നേരെ കന്യാകുമാരിയിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാഴ്ച കാണുമ്പോൾ, റോഡുകൾ കാണുമ്പോൾ വിദേശ നിലവാരത്തിലേക്ക് ഉയർന്നു എന്ന് സ്വയം അനുഭവപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. റോഡിൻ്റെ വശങ്ങളിൽ IT കമ്പനി, റോഡുകൾ നവീകരിച്ചിരിക്കുന്ന രീതി, ഇരുവശങ്ങളിലുമുള്ള ഉദ്യാനങ്ങൾ, ഈ സംവിധാനവും ഈ സെറ്റപ്പൊക്കെ കണ്ടപ്പോൾ സ്വാഭാവികമായും വിദേശ രാജ്യങ്ങളിൽ യാത്ര ചെയ്തിരിക്കുന്ന വ്യക്തിക്ക് അത് വിദേശ രാജ്യങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന അനുഭവം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ ഉത്തരം ഒന്നേ ഉള്ളൂ. കേരളത്തിൽ കഴിഞ്ഞ 8 വർഷത്തിനിടെ ഉണ്ടായ മാറ്റം ഇതൊക്കെ തന്നെയാണ്. വെറുതെ മാറിയതല്ല. ഈ സംസ്ഥാനത്തിൻ്റെ ഖജനാവിൽ നിന്നും 5500 കോടി രൂപ എടുത്ത് ചുള പോലെ നാട്ടുകാർക്ക് കൊടുത്ത് സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തതിലുണ്ടായ വികസനമാണ് ഈ കാണുന്ന ദേശീയപാത.